അപ്പോൾ ഇന്ന് തിരക്കിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മണിയാവാറായിട്ടോ. നാളത്തേക്കും കൂടിയുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി തിരക്കിട്ട് ചെയ്യണേ. അപ്പം ഞങ്ങൾ നാളെ വീട്ടിൽ പോവാം. അപ്പോൾ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ നിന്നിട്ടേ വരുള്ളൂ. അപ്പോൾ വെക്കേഷനായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇവർക്ക് ഡെയിലി ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം പോണത് ഇപ്പോഴാണ് പോകണമെങ്കിൽ പോയി 2 ദിവസമൊക്കെ നിന്ന്. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എടപ്പള്ളി പെരുന്നാളല്ലേ. അപ്പോൾ നാളെ രൂപ ഇറങ്ങണ ദിവസം 1-ാം തീയതി. അപ്പോൾ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എല്ലാ വർഷവും പോണതാണ്. പണ്ടൊക്കെ എടപ്പള്ളി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പോകും. ഒരു 3 മണി 4 മണിയൊക്കെ ആവണേന് മുമ്പ് അവിടെ ചെന്നിട്ട് ഫ്രണ്ടിൽ നിൽക്കാനായിട്ട് നോക്കും. അപ്പോൾ രൂപ ഇറങ്ങുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുകയും പുണ്യാളിനെ അടുത്ത് കാണുകയൊക്കെ ചെയ്യാമല്ലോ. പക്ഷെ ഇപ്പോൾ പിള്ളേരായി പിന്നൊന്നും അങ്ങനെ പോവാറില്ല. അവിടെ ചെല്ലും, കുറച്ച് നേരത്തെ എന്നിട്ട് പുണ്യാളിനെ അകത്ത് കയറി, പുണ്യാളിന് മാലയും പൂവൊക്കെ ഇരിക്കുന്ന സമയമില്ല. അപ്പോൾ അകത്ത് കയറി പുണ്യാളിനെ കണ്ട് നേർച്ചയൊക്കെ ഇട്ട് മാലയൊക്കെ ഇടിയിച്ചിട്ട് പോരും. പക്ഷെ പണ്ട് അങ്ങനെയല്ല. നിങ്ങൾക്ക് അറിയില്ലെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് പുണ്യാളൻ ശരിക്കും ജീവനോടെ ഇറങ്ങണേന്ന് ആളുകൾ പറയണത്. ആ രൂപ ഇറങ്ങുന്ന സമയത്ത് പുണ്യാളിന് ജീവൻ ഉണ്ടെന്നാണ് പറയണേ. നമ്മൾ പാമ്പിൻ്റെ ശല്യമൊക്കെ കൂടുമ്പോൾ നമ്മൾ നേർച്ച ഇടുന്നത് പുണ്യാളിനല്ലോ. അപ്പോൾ പുണ്യാളൻ നമ്മളെ നോക്കിക്കോളും, പാമ്പൊന്നും നമ്മുടെ വീട്ടിൽ വരില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മുടെ ഒരു വിശ്വാസം അതാണ്. അപ്പോൾ എടപ്പള്ളി പോകുന്ന പറഞ്ഞാൽ എനിക്കൊക്കെ പണ്ടേ മുതൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ ഒരുപാട് ടോയ്സ് സാധനമൊക്കെ വാങ്ങിച്ചു തരും. അതുപോലെ പണ്ട് മേടിക്കണ മറ്റേ ചട്ടിയും കലവും, ആ മണ്ണിൻ്റെ ചട്ടിയും കലവും മേടിച്ചു തരും. അത് കൊണ്ടുവന്നിട്ട് കഞ്ഞിയും കറിയും വെക്കല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നുറുക്ക്, പിന്നെ മോതിരം എന്ന് പറഞ്ഞാൽ നുറുക്ക് പോലത്തെ തന്നെ സാധനമാണ്, വിരലയിലിടണത്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ കൊച്ചിയിൽ നിന്ന് നമ്മൾ വലുതായി പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന പ്രായമായാലും. ഇപ്പോൾ പിന്നെ മക്കളെയും കൊണ്ട് പോകുമ്പോൾ അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. എന്നാലും എടപ്പള്ളി ചെല്ലുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വരും. ശരിക്കും അതൊക്കെ ഒരു നല്ല കാലമായിരുന്നു. വളരെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നത് ഇപ്പോഴൊക്കെ. അപ്പം ഞാൻ അതിന് വേണ്ടി പിറ്റേ ദിവസം പോകണതുകൊണ്ട് കറിയും സാധനമൊക്കെ ഇച്ചിരി അധികം വെച്ച് വെക്കുവാണ്. അപ്പോൾ ഏട്ടന് പിറ്റേ ദിവസത്തേക്കും കൂടിയുള്ള കറിയും സാധനം. പിന്നെ ഏട്ടൻ വീട്ടിൽ പോയി കഴിച്ചോളും. വീടടുത്ത് തന്നെ ആയതുകൊണ്ട് വീട്ടിലാണ് പോയി കഴിക്കുകയൊക്കെ ചെയ്യണേ. ഇന്നാണെങ്കിൽ നല്ല മഴയും പെയ്തു, അതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കണ്ണപ്പം വിളിച്ചുകൊണ്ട് പുറത്തൊക്കെ കാണിച്ചു തരും കേട്ടോ. ആ നേരത്ത് നല്ല ചുമന്ന ആകാശമായിരുന്നു. പിന്നെ ഞാനതൊക്കെ കണ്ടിട്ട് വന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ പണിയിട്ട് കയറി. എൻ്റെ കറിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മോരുകറിയും മച്ചിങ്ങയൊക്കെ ആയതുകൊണ്ട് മോരുകറി ചീത്തയാവില്ല. അപ്പോൾ നാളെ രാവിലെ ഏട്ടൻ ചൂടാക്കിയ കൂട്ടിക്കോളും. നമുക്ക് വീട്ടിൽ പോയി 2 ദിവസം സമാധാനമായിട്ട് വീട്ടിൽ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാം. ഞാൻ അടുത്ത വീഡിയോ ഇരുമന്ത വീഡിയോകളും എടപ്പള്ളി പോയ വീഡിയോസൊക്കെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടമായവർ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.